അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 22-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 27 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. വ്യാസ ഉവാച തേ തു ശ്രുത്വാ വചസ്തസ്യാ ബ്രഹ്മണ പ്രീതമാനസാം ബ്രഹ്മാണമബ്രുവൻ കാമം സർവേ കാര്യാർത്ഥതൽപരാം. ഗർഭാ ഊചു പിതാമഹാദ്യതുഷ്ടോസി ദേഹിനോ വാഞ്ഛിതം വരം. അവധ്യാ ദൈവതൈ സർവൈർ മാനവൈശ്ച മഹോരഗൈ. ഗന്ധർവസിദ്ധപതിഭിർവധോ മാ ഭൂത്പിതാമഹ. വ്യാസ ഉവാച താനുവാച തതോ ബ്രഹ്മാ സർവമേതൽ ഭവിഷ്യതി. ഗച്ഛന്തു വോ മഹാഭാഗാ സത്യമേവ ന സംശയ. ദത്വാ വരം തതോ ബ്രഹ്മാ മുദിതാസ്തേ തദാഭവൻ. ഹിരണ്യകശിപു ക്രുദ്ധസ്ഥാനുവാച കുരുദ്വഃ. യസ്മാദ്വിഹായ മാം പുത്രാസ്തോഷിതോ വൈ പിതാമഹ. വരേണ പ്രാർത്ഥിതോത്യർത്ഥം ബലവന്തോ യതോ ഭവൻ. യുഷ്മാഭിർഹാപിതസ്നേഹസ്തതോ യുഷ്മാംസ്ത്യജാമ്യഹം. യൂയം വ്രജന്തു പാതാളേ ഷഡ്ഗർഭാ വിശ്രുതാ ഭുവി. പാതാളേ നിദ്രയാവിഷ്ടാസ്തിഷ്ഠന്തു ബഹുവത്സരാൻ.
തതസ്തു ദേവകീ ഗർഭേ വർഷേ വർഷേ പുനഃ പുനഃ പിതാവഃ കാലനേമിസ്തു തത്ര കംസോ ഭവിഷ്യതി സ ഏവ ജാതമാത്രാൻവോ വധിഷ്യസി സുദാരുണ. വ്യാസ ഉവാച ഏവം ശപ്തസ്തദാ തേന ഗർഭേ ജാതാൻ പുനഃ പുനഃ. ജഘാന ദേവകീ പുത്രാൻ ഷഡ്ഗർഭാൻ ശാപനോദിത. ശേഷാംശ സപ്തമസ്തത്ര ദേവകീ ഗർഭസംസ്ഥിത. വിസ്രംസിതശ്ച ഗർഭോऽസൗ യോഗേന യോഗമായയാ. നീതശ്ച രോഹിണീ ഗർഭേ കൃത്വാ സംഘർഷണം ബലാൽ. പതിതഃ പഞ്ചമേ മാസീ ലോകഘ്യാതിം ഗതസ്തദാ. കംസോപി ജ്ഞാതവാംസ്തത്ര ദേവകീ ഗർഭപാതനം. മുദം പ്രാപ സ ദുഷ്ടാത്മാ ശ്രുത്വാ വാർത്താം സുഖാവഹാം. അഷ്ടമേ ദേവകീ ഗർഭേ ഭഗവാൻ സാത്വതാം പതി. ഉവാസ ദേവകാര്യാർത്ഥം ഭാരാവതരണായ ച. രാജോവാച വസുദേവ കശ്യപാംശ ശേഷാംശ്ച തദാ ഭവൽ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 22-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 27 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ബ്രഹ്മവാണി കേട്ടാനവർ സന്തുഷ്ടരായി കാര്യലാഭ തൽപരരായി ബ്രഹ്മനോടു ഏവം പറഞ്ഞു. ഷഡ്ഗർഭന്മാർ പറഞ്ഞു, സന്തുഷ്ടനായി ഇഷ്ടവരം നൽകിടുക ദേവ. നരമഘോരകങ്ങളാൽ മൃത്യു ഉണ്ടാകരുത്. സന്തുഷ്ടനായി ഇഷ്ടവരം നൽകിടുക ദേവ. നരമഘോരകങ്ങളാൽ മൃത്യു ഉണ്ടാകരുത്. ഗന്ധർവസിദ്ധന്മാരാലെ മരിച്ചിടരുത് ഞങ്ങൾ. വ്യാസം പറഞ്ഞു, അവ സംഭവിക്കുമെന്നു ബ്രഹ്മാവും ചൊല്ലി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നിങ്ങൾ പോകൂ, ഞാൻ പറഞ്ഞതെല്ലാം സത്യം നിശ്ചയം താൻ. ബ്രഹ്മവരത്താലേയവർ സന്തുഷ്ടരായി. ഹിരണ്യകശിപുവേറെ ക്രുദ്ധനായി നിങ്ങൾ എന്നെ കൂട്ടാതെ ബ്രഹ്മനെ നിങ്ങൾ പ്രീതിപ്പെടുത്തി. വരം വാങ്ങി ബലികളായി അസുരശത്രു താൻ ബ്രഹ്മൻ. അതുകൊണ്ടു ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
നിങ്ങൾ പാതാളത്തിലേക്കു പോയിടട്ടെ, ഷഡ്ഗർഭരായി അറിയട്ടെ, നിദ്രാധീനരായി തീരട്ടെ. പിന്നെ ദേവകി ഗർഭത്തിൽ ആണ്ടുതോറും ജനിച്ചിടും പിതാവാം കാലനേമി കംസനായി പിറക്കും. അവൻ നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ കൊല്ലും നിർദാക്ഷിണ്യം. വ്യാസൻ പറഞ്ഞു, ഹിരണ്യനാൽ ശപിക്കപ്പെട്ടതാം അവരും ദേവകിതൻ പുത്രരായി ശാപത്താൽ കംസനും കൊന്നു. ശേഷാംശമായ ഏഴാമനും ഗർഭത്തിലെത്തി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. യോഗമായ നിയോഗത്താൽ ഗർഭമലസി പിന്നീട് രോഹിണി ഗർഭത്തിലേക്കു സംഘർഷണനായി. അഞ്ചാമത്തെ മാസത്തിൽ ഗർഭം മലസി എന്ന വാർത്ത പരന്നല്ലോ. ആ വാർത്തയെ കംസനറിഞ്ഞു. സുഖമേറും വാർത്ത കേട്ടു കംസനും സന്തോഷിച്ചല്ലോ. സാത്വതാം പതി ഭഗവാൻ എട്ടാം ഗർഭമായി ദേവകാര്യം സാധിക്കാനും ഭൂഭാരം നശിപ്പിക്കാനും. രാജാവ് പറഞ്ഞു, കശ്യപാംശം വസുദേവൻ ശേഷനുമുണ്ടേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവീ നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 406-ാമത്തെ ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 27 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇന്ന് വിചാരം ചെയ്യുന്നു. പാരായണം ചെയ്തു, ഭാഷാഗാനമായി പാടി. ഇപ്പോൾ ഇവിടെ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നു. വേദവ്യാസൻ പറയുന്ന രംഗം: തേതു ശ്രുത്വാ വചസ്തസ്യ ബ്രഹ്മണ പ്രീതമാനസാ ബ്രഹ്മാണമബ്രുവൻ കാമം സർവേ കാര്യാർത്ഥതൽപരാഹ. ഷഡ്ഗർഭന്മാർ എന്നറിയപ്പെടുന്ന ഊർണയുടെയും മരീചിയുടെയും പുത്രന്മാര് അവര് ഹിരണ്യകശിപുവിന്റെ മക്കളായി പിറന്നു, ജ്ഞാനികളായിട്ട് തീർന്നു.
ബ്രഹ്മാവിനെ തപസ് ചെയ്ത് സന്തോഷിപ്പിച്ചു. ബ്രഹ്മാവ് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ബ്രഹ്മാവിന്റെ വാക്ക് കേട്ട് തേതു ശ്രുത്വാ വചസ്തസ്യ ബ്രഹ്മണ പ്രീതമാനസ, സന്തുഷ്ടചിത്തന്മാരായി തീർന്ന അവര് ബ്രഹ്മാണമബ്രുവൻ, ബ്രഹ്മാവിനോട് പറഞ്ഞു. എങ്ങനെ, എന്താ പറഞ്ഞത്? ആവശ്യമുള്ള ആഗ്രഹം. സർവേ കാര്യാർത്ഥ തൽപരാഹ, കാര്യലാഭത്തിൽ തൽപരന്മാരായിരിക്കുന്നവര് ബ്രഹ്മാവിനോട് പറഞ്ഞു. ഗർഭാ ഊച്ചു, ഷഡ്ഗർഭന്മാർ പറഞ്ഞു. പിതാമഹാദ്യ തുഷ്ടോസി ദേഹി നോ വാഞ്ഛിതം വരം അവധ്യാ ദൈവതൈ സർവൈർമാനവൈശ്ച മഹോരഗൈ. ഹേ പിതാമഹ, അവര് അങ്ങ് ഞങ്ങൾക്കിപ്പോ വരങ്ങൾ തരാൻ ആഗ്രഹിക്കുന്ന വരം നൽകൂ. ദേഹിനോ വാഞ്ഛിതം വരം, ഞങ്ങളുടെ ആഗ്രഹം എന്താണ്? അവധ്യാ ദൈവതൈ സർവൈ മാനവൈശ്ച മഹോരഗൈ, ദേവന്മാരാലും മനുഷ്യരാലും മഹോരഗങ്ങളാലും, വലിയ പാമ്പുകൾ അല്ലേ, ഇതുകൾ കൊണ്ടൊന്നും ഞങ്ങൾ മരിക്കരുത്, ഞങ്ങൾ അവധ്യരായി തീരണം. ഗന്ധർവസിദ്ധ പതിഭിർ വധോമാഭൂത് പിതാമഹ, ഗന്ധർവന്മാര് സിദ്ധേശ്വരന്മാര് ഇവരാലെ കൊണ്ടൊന്നും ഹേ പിതാമഹ ഞങ്ങൾ കൊല്ലപ്പെടരുത്. വ്യാസം പറഞ്ഞു. താനുവാച തതോ ബ്രഹ്മ സർവമേതൽ ഭവിഷ്യതി, സർവമേതൽ ഭവിഷ്യതി, അതൊക്കെ അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ബ്രഹ്മാവ് അപ്പോൾ തന്നെ അവരോട് പറഞ്ഞു. ഗച്ഛന്തുവോ മഹാഭാഗ സത്യമേവ ന സംശയ, മഹാഭാഗന്മാരെ നിങ്ങൾ പൊക്കോളൂ, ഇത് സത്യം തന്നെയാണ്, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഒരു സംശയവും വേണ്ട. എന്നാ സംശയ ദത്വാ വരം തതോ ബ്രഹ്മാമുദിതാസ്തേ തഥാഭവൻ, ബ്രഹ്മാവ് നൽകിയ വരം കൊണ്ട് അവർ വളരെ സന്തോഷമുള്ളവരായിട്ട് തീർന്നു. ഹിരണ്യകശിപു ക്രുദ്ധസ്ഥാനുവാച ഗുരുദ്വഹ യസ്മാത് വിഹായ മാം പുത്രാ തോഷിതോ വൈ പിതാമഹ. കുരുശ്രേഷ്ഠ, ഹിരണ്യകശിപു എന്തു ചെയ്തു? ജനമേജയനോട് വ്യാസം പറയാണ്. ഹിരണ്യകശിപു അപ്പോ ക്രുദ്ധനായി അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? പുത്രന്മാരെ, നിങ്ങൾ എന്നെ കൂട്ടാക്കാതെ യസ്മാത് വിഹായ മാം പുത്രാ തോഷിതോ വൈ പിതാമഹ, ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി വളരെ പ്രാർത്ഥിച്ചു വരം വാങ്ങി ബലവാന്മാരായിട്ട് തീർന്നു അല്ലേ. വരേണ പ്രാർത്ഥിതോത്യർത്ഥം ബലവന്തോ യതോ ഭവൻ യുഷ്മാഭിർഹാപിത സ്നേഹസ്തോ യുഷ്മാം സ്ത്യജാമ്യഹം. അപ്പോ അസുരശത്രുവായിരിക്കുന്ന അസുരാരിയായിരിക്കുന്ന ബ്രഹ്മാവിനെയാണ് നിങ്ങൾ ആരാധിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നിലുള്ള സ്നേഹം പോയി, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കണു. യുഷ്മാം സ്ത്യജാമ്യഹം, അഹം ത്യജാമി, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നു. യൂയം വ്രതന്തു പാതാളെ ഷഡ്ഗർഭാവിശ്രുതാ ഭുവി, നിങ്ങൾ പാതാളത്തിലേക്ക് പോകട്ടെ, ഭൂമിയിൽ നിങ്ങൾ ഷഡ്ഗർഭന്മാർ എന്നറിയപ്പെടട്ടെ. പാതാളെ നിദ്രയാവിഷ്ടാസ്തിഷ്ഠന്തു ബഹുവത്സരൻ, പാതാളത്തിൽ പോയി നിങ്ങൾ അനേക വർഷം നിദ്രാധീനരായി തീരട്ടെ. തതസ്തു, അത് കഴിഞ്ഞാലോ ദേവകീ ഗർഭേ വർഷേ വർഷേ പുനഃ പുനഃ, ദേവകിയുടെ ഗർഭത്തിൽ ആണ്ടുതോറും ഓരോരുത്തരായി ജനിക്കട്ടെ. പിതാവ കാലനേമിസ്തു തത്ര കംസോ ഭവിഷ്യതി, പൂർവജന്മത്തിൽ ഇതിനു മുമ്പുള്ള ജന്മത്തിൽ നിങ്ങളുടെ അച്ഛനായിരുന്ന കാലനേമി അപ്പോ കംസനായി ജനിക്കും. സയേവ ജാതമാത്രാൻ വോ വധിഷ്യതി സുദാരുണ, അതിഭയങ്കരനായിരിക്കുന്ന കംസൻ അവനുണ്ടല്ലോ, നിങ്ങളെ ഓരോരുത്തരെയും ജനിക്കുമ്പോ തന്നെ സയേവ ജാതമാത്രാൻ വോ വധിഷ്യതി, ജനിക്കുമ്പോ തന്നെ നിങ്ങളെയൊക്കെ വധിക്കുകയും ചെയ്യും. വ്യാസം പറഞ്ഞു. ഏവം ശബ്ദസ്തദാതേന ഗർഭേ ജാതാൻ പുനഃ പുനഃ. അങ്ങനെ ആ ഹിരണ്യകശിപുവിന്റെ ശാപം കൊണ്ട് ഷഡ്ഗർഭന്മാര് പിന്നീട് ജഘാന ദേവകീ പുത്രാൻ ഷഡ്ഗർഭാൻ ശാപനോദിത ശേഷാംശ സപ്തമസ്തത്ര ദേവകീ ഗർഭസംസ്ഥിത. ദേവകീപുത്രന്മാരായി ജനിക്കുകയും ആ ശാപപ്രേരണ കൊണ്ട് കംസൻ അവരെ വധിക്കുകയും ചെയ്തു. അങ്ങനെ 6 പേരുണ്ടായി, 6 പേരും മരിച്ചു. ശേഷാംശമായി ശേഷാംശ സപ്തമസ്തത്ര, അവിടെ 7ാമത്തെ ആയി ദേവകിയുടെ ഗർഭത്തിലേക്ക് കടന്നു. ദേവകീ ഗർഭസംസ്ഥിത. വിശ്രംസിതശ്ച ഗർഭോസൗ യോഗേന യോഗമായയാ, യോഗമായ യോഗം കൊണ്ട്
ആ ഗർഭം സ്രവിക്കപ്പെട്ടു. ഗർഭം അലസിപ്പോയി എന്നാണ്. പിന്നീടോ നീതശ്ച രോഹിണീ ഗർഭേ കൃത്വാ സംകർഷണം ബലാത്, അത് ബലമായി രോഹിണീ ഗർഭത്തിലേക്ക് മാറ്റി. ആരെ? യോഗമായാദേവി. അതിനെ സംകർഷണനാക്കി മാറ്റി എന്ന് പറയുന്നു. പതിത പഞ്ചമേ മാസി ലോകഖ്യാതിം ഗതസ്തദാ, അഞ്ചാമത്തെ മാസത്തിൽ ദേവകിയുടെ ഗർഭം വിശ്രംസിത, അലസിപ്പോയി എന്ന വാർത്ത എല്ലായിടത്തും പരന്നു. കംസോപി, കംസനും കേട്ടു അല്ലേ? ജ്ഞാതവാം തത്ര ദേവകീ ഗർഭപാതനം. എന്താ അറിഞ്ഞത്? ദേവകിയുടെ ഗർഭം അലസിപ്പോയി എന്നുള്ള വാർത്ത കംസനും അറിഞ്ഞു. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴോ മുദം പ്രാപസ ദുഷ്ടാത്മാ ശ്രുത്വാ വാർത്താം സുഖാവഹാം അഷ്ടമേ ദേവകീ ഗർഭേ ഭഗവാൻ സാത്വതാം പതി. കംസനെ സംബന്ധിച്ചിടത്തോളം സുഖമുള്ള ആ വാർത്ത അത് കേട്ട് ദുഷ്ടനായ കംസൻ സന്തോഷിച്ചു. എട്ടാമത്തെ ആ ദേവകീ ഗർഭത്തിൽ, ദേവകിയുടെ എട്ടാമത്തെ ഗർഭമായി സാത്വതാംപതി, ആ സാത്വതാംപതിയായിരിക്കുന്ന ഭഗവാൻ എത്തിച്ചേർന്നു, ഗർഭമായി തീർന്നു. ദേവകി ദാ എട്ടാമതും ഗർഭം ധരിച്ചു, ഭഗവാനെ ഗർഭം ധരിച്ചു ദേവകി. ഉവാസ ദേവകാര്യാർത്ഥം ഭാരാവതരണായ ച. എന്തിനു വേണ്ടിയാണ് ഭഗവാൻ? ദേവകാര്യം സാധിക്കാനും ഭൂഭാരം തീർക്കാനുമായിട്ട് അവിടെ സ്ഥാനം പിടിച്ചു ദേവകിയുടെ ഗർഭത്തിൽ, എട്ടാമത്തെ പുത്രഭാവത്തിൽ. ജനമേജയൻ ചോദിക്കുകയാണ്, വസുദേവൻ ആ കശ്യപാംശം, ശേഷന്റെ അംശം സംഘർഷണൻ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യത്തോടുകൂടി 27ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദകമലങ്ങളിൽ സവിനയം സാദരം സമർപ്പിക്കുന്നു. മറ്റ് ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.